18നും 24നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കായി യുക്രൈൻ ആരംഭിച്ച പുതിയ സ്വമേധയാ സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ഒരു വൺ വേ ടിക്കറ്റ് ആണെന്ന ആക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖോറോവ. ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് അനുഭവിക്കുന്ന രാജ്യം ഇപ്പോൾ സൈന്യത്തിലെ ക്ഷാമം പരിഹരിക്കുന്നതിനായി യുവാക്കളെ ഒരു വർഷത്തെ സൈനിക കരാറിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം യുക്രൈൻ മൊബിലൈസേഷൻ നിയന്ത്രണങ്ങൾ ഗണ്യമായി കർശനമാക്കുകയും നിർബന്ധിത സൈനിക നിയമപ്രായം 27-ൽ നിന്നും 25-ആയി കുറയ്ക്കുകയും ചെയ്തെങ്കിലും യുദ്ധക്കളത്തിലെ നഷ്ടം നികത്തുന്നതിനോ സൈന്യത്തിൽ കൂടുതൽ ആളെ ചേർക്കുന്നതിനോ രാജ്യത്തിന് സാധിച്ചിരുന്നില്ല. 18നും 24നും ഇടയിൽ പ്രായമുള്ള സൈനികർക്ക് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക കരാറുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെ മൊബിലൈസേഷനിൽ നിന്നും ഒഴിവാക്കുകയും ഒരു വർഷത്തെ സേവനത്തിന് $24,000 തുല്യമായ പേയ്മെന്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ $5,400 മുൻകൂർ നൽകുകയും ബാക്കി സേവന കാലയളവിൽ നൽകുകയും ചെയ്യും. യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് കുറഞ്ഞത് $2,800 പ്രതിമാസം നൽകുമെന്നും പലിശരഹിത മോർട്ടേഗേജുകൾ, സംസ്ഥാന ധനസഹായത്തോടെയുള്ള വിദ്യാഭ്യാസം എന്നിവയും യുവാക്കൾക്ക് നൽകും. പക്ഷേ ഇത്രയൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും സൈന്യത്തിൽ ചേരാൻ ആളില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം അത്തരത്തിൽ യുക്രൈൻ സൈന്യത്തിൽ പ്രവേശിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്നാണ് അവിടെയുള്ളവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നിട്ടും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ വലയിലാക്കാൻ കഠിന പരിശ്രമിക്കുകയാണ് യുക്രൈൻ ഇപ്പോൾ. സൗജന്യ വൈദ്യസഹായവും ഒരു വർഷത്തെ സേവനത്തിന് ശേഷം വിദേശയാത്ര നടത്താനുള്ള അവകാശവും അധിക ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെ നിർബന്ധിക്കുക മാത്രമല്ല, മറിച്ച് യുദ്ധാനുഭവം നേടുന്നതിനും ഒരു വർഷത്തിനുള്ളിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുമുള്ള അവസരമാണെന്ന് യുക്രൈനിയൻ പ്രതിരോധ മന്ത്രിയും റസ്റ്റം മൊറോവ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പദ്ധതിയെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏതുതരം കരാറാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് ഒരു വൺ വേ ടിക്കറ്റ് മാത്രമാണ്. ഇപ്പോൾ അവർ 18നും 24നും ഇടയിൽ പ്രായമുള്ള സ്വന്തം പൗരന്മാരെ തന്നെ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് സ്പുട്നിക്കിനെതിരെ നൽകിയ അഭിമുഖത്തിൽ സഖോരോവ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത്രയൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടും പക്ഷേ യുദ്ധമുഖത്ത് റഷ്യയോട് ഒന്ന് പിടിച്ചു നിൽക്കാനും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനും യുക്രൈന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ നാണക്കേട്. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം യുക്രൈനിൽ 18നും 60നും ഇടയിൽ പ്രായമുള്ള മുഖ്യ പുരുഷന്മാരെയും രാജ്യം വിടുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിന് ആളുകളെ പ്രേരിപ്പിച്ചിട്ടും പക്ഷേ കടുത്ത ക്ഷാമമാണ് യുക്രൈനിയൻ സൈന്യത്തിനുള്ളത്. നിർബന്ധിത ക്യാമ്പയിനിടയിൽ യുക്രൈനിയൻ സൈന്യം സ്ക്രിഫോസ്റിനിയ രോഗനിർണയം നടത്തിയ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു റിക്രൂട്ട്മെന്റ് ഓഫീസ് ജീവനക്കാരൻ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമായിരുന്നത്. സ്കിഫോസ്റേനിയ ഒരു തരം മാനസിക രോഗമാണ്. ഈ രോഗത്തിന്റെ സ്വാധീനത്തിൽ രോഗിയുടെ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അത് അവരുടെ ചിന്തയും പെരുമാറ്റത്തെയും ബാധിക്കും. രോഗം സാധാരണ കൗമാരത്തിന്റെ അവസാനത്തിലോ കൗമാരത്തിന്റെ പ്രാരംഭത്തിലോ ആരംഭിക്കാൻ തുടങ്ങും. അത്തരത്തിലുള്ളവർ സൈന്യത്തിൽ ചേരുന്നത് വളരെ വലിയ അപകടം സൃഷ്ടിക്കുകയും ചെയ്യും.